ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് അയലക്കറിയാണ്. ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് തിരുവനന്തപുരം സ്റ്റൈലിലുള്ള അയലക്കറിയാണ്. തേങ്ങ അരച്ച് വെക്കാം. അതിന് വേണ്ടി ഒരു ജാർ എടുക്കുക, കുറച്ച് തേങ്ങ, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി, കറിവേപ്പില, അടുത്ത് വേണ്ടത് കുറച്ച് ഉലുവ, അടുത്ത് മുളക്, കാശ്മീർ മുളകാണ്. എരി കുറച്ച് മതി, അതുകൊണ്ട് കുറച്ച്. അടുത്ത് മല്ലിപ്പൊടി ഇച്ചിരി മതി. അടുത്ത് വേണ്ടത് മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം ജാറിൽ. അങ്ങനെ ഇതെല്ലാം കൂടി നമ്മൾ അരച്ചെടുത്തു. ഇനി അടുത്തത് വേണ്ടത് ഇതിനകത്തോട്ട് ചേർക്കുക എന്നാണ്. ഇത് ചേർത്തിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇരുമ്പൻ പുളിയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ തക്കാളി. ഇതെല്ലാം കൂടി ചേർക്കാം. അടുത്ത് ഇച്ചിരി പുളിവെള്ളം കൂടെ. ഇതെല്ലാം കൂടി ഇട്ടുകൊണ്ട് പുളിവെള്ളം കുറച്ച് മതി. പിന്നെ കുറച്ച് ഉപ്പ്. ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയി കാണും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ ഇളക്കിയൊക്കെ വയ്ക്കാം. ഇനി മൂടി വെച്ച് വേവിക്കാം. ഏകദേശം നമ്മുടെ മീൻ ആയി കഴിഞ്ഞു. നമുക്ക് ചാറ് ഇച്ചിരി വേണം, അതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്യുന്നു. എന്നിട്ട് കടുക് വറുക്കാം. ഇനി നമുക്ക് കടുക് വറുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക്, കടുക് പൊട്ടി തുടങ്ങി. അത് പൊട്ടി തീരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി ഇടാം. അടുത്തത് മൂത്ത് വരുമ്പോൾ ഇത് വറ്റൽ മുളകാണ്. മുളക് ഇച്ചിരി മൂത്ത് വരുമ്പോൾ കറിവേപ്പില, അങ്ങനെ നമ്മുടെ കടുക് വറുത്തത് ശരിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മീനിലോട്ടിടാം. അങ്ങനെ നമ്മുടെ മീൻ കറി ശരിയായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് പരീക്ഷിക്കണമെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.